physics warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് ഭയങ്കര അതികഠിനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മറ്റ് സബ്ജക്റ്റുകൾ പോലെയുള്ള ഫിസിക്സ് എല്ലാം കവർ ആവുമോ എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു 50 ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. ഈ 50 ടോപ്പിക്സും വളരെ നീറ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 75 to 80% മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, വളരെയധികം ഫോക്കസ് കൊടുത്തിട്ട് നീറ്റായിട്ട് ഈ ടോപ്പിക്സ് നീറ്റിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏകദേശം ഒരു 75% to 80% മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ഹോപ്പുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പുറകിൽ നിന്നാണ് തുടങ്ങുന്നത് സെമി കണ്ടക്ടേഴ്സിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്, സി ആംപ്ലിഫയർ, ലോജിക് ഗേറ്റ്സ്, ഇത്രയും ടോപ്പിക്സ്, ഈ 3 ടോപ്പിക്സ് വളരെ മേജർ ആണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സ് വളരെ ഈസിയാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയും റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, അതായത് നമ്മുടെ ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ആറ്റംസിലെ എനർജി, അതുപോലെ തന്നെ ലൈമൻ ബാൾമർ സീരീസ്, ഓക്കെ, അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചറിൽ നിന്ന്. അതായത് മോഡേൺ ഫിസിക്സ് ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്. നെക്സ്റ്റ് ഇസ് വേവ് ഒപ്റ്റിക്സ്, ഡിഫ്രാക്ഷൻ, റിസോൾവിംഗ് പവർ, അതുപോലെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. സോ ഡിലീറ്റഡ് ടോപ്പിക്സിനെ പറ്റിയിട്ടൊന്നും ആരും ഇവിടെ ചിന്തിക്കേണ്ട, ഇവിടെ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് ഇസ് റേ ഒപ്റ്റിക്സ്, ലെൻസ് ആൻഡ് ലെൻസ് കോമ്പിനേഷൻ, സ്ഫെറിക്കൽ മിറർ ആൻഡ് പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ചെറിയൊരു ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും, അതുപോലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള റിലേഷൻ, അതുപോലെ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഡയറക്ഷൻ, അത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു റീജിയണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള റിലേഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എ സിയിൽ നിന്ന് LCR സർക്യൂട്ട് ആൻഡ് റെസൊണൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇതാണ് മേജർ ആയിട്ട് നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേസ് ലോ ബേസിൽ പഠിച്ചിരിക്കണം. ദെൻ സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഇസ് എന്താ പറയുക, പഠിക്കാതെ ആരും പോകരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇസ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതിൽ എർത്ത് മാഗ്നറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, ഓക്കെ, നമ്മുടെ പാര, ഡയ, അതൊക്കെയാണ് പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാതെ പഠിച്ച പോയിന്റ്സ് ഡയറക്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുകൊണ്ട് സേഫ് ആണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു വയർ, സോളിഡ് ആൻഡ് ഹോളോസ്ഫിയർ, ഓക്കെ, അകത്തെത്ര പുറത്തെത്ര അതൊക്കെ ചോദ്യം വരാം. ദെൻ നെക്സ്റ്റ് ഫോഴ്സ് Q into V cross B, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് വരാം. നെക്സ്റ്റ് ഇസ് കറണ്ട് ഇലക്ട്രിസിറ്റി, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മീറ്റർ, ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ഓക്കെ, വോൾട്ട്മീറ്റർ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സർക്യൂട്ട്സ്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, സർക്യൂട്ട്സ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കൂളംസ് ലോ, സ്ഫിയേഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ വേവ്സ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്സ്, റെസൊണൻസ്, ഡോപ്ലർ എഫക്റ്റ് ആൻഡ് ബീറ്റ്സ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ള ഏരിയ. ദെൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, കൈനമാറ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക്, ടൈം പീരീഡ്, അതുപോലെ തന്നെ യെസ്, ഈ ടൈം പീരീഡ് പറയുമ്പം വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ യെസ്, ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളൊരു ലിഫ്റ്റിൽ ഒരു സിമ്പിൾ പെൻഡുലം വെച്ചിട്ടുണ്ട്. അപ്പം ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് പോകുമ്പം എങ്ങനെയായിരിക്കും ചേഞ്ചസ് വരുന്നത്, കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരാം, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ദെൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, വി RMS, വി ആവറേജ്, വി മോസ്റ്റ് പ്രോബബിൾ, ദെൻ ഇന്റേണൽ എനർജി, ഇതാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. തെർമോഡൈനാമിക്സ്, പ്രോസസ്സസ്, ഓക്കെ, അഡിയബാറ്റിക്, ഐസോതെർമൽ, കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ്, ഇതൊക്കെ. ദെൻ കാർനോട്ട് എഞ്ചിൻ ആൻഡ് റെഫ്രിജറേറ്റർ, ഇതാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ദെൻ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ, വെയിൻസ് ലോ, സ്റ്റീഫൻസ് ലോ, ന്യൂട്ടൺസ് ലോ, 3 ലോസും എക്സ്പെക്ട് ചെയ്യാം, അതായത് ഈ 3 ലോസിൽ നിന്ന് മാറി മാറി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ലീനിയർ എക്സ്പാൻഷൻ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ദെൻ ഫ്ലൂയിഡ്സിലെ എക്സസ് പ്രഷറും, കാപ്പിലാരിറ്റി, ബയോണസി, ടെർമിനൽ വെലോസിറ്റി, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോളിഡ്സ് ആണെങ്കിൽ ഹുക്സ് ലോ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഓക്കെ, അത് പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്, വളരെ ക്വിക്ക് ആയിട്ട് പഠിച്ചു തീർക്കാവുന്നതാണ്. ഗ്രാവിറ്റേഷൻ ആണെങ്കിൽ എസ്കേപ്പ് സ്പീഡും കെപ്ലേസ് ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റൊട്ടേഷണൽ മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ റോളിംഗ് മോഷൻ വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിലീറ്റഡ് ആണ് നമ്മുടെ ബോർഡിനെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നീറ്റിന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ ടോർക്ക്, ആംഗുലർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് 100%ൽ 150% എക്സ്പെക്ട് ചെയ്യാം. യെസ്, അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസ്, കൊളീഷൻ,
പവർ, ബാങ്കിങ് ഓഫ് റോഡ്സ് ആണ് മെക്കാനിക്സിലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് പറയാമെന്നുണ്ടെങ്കിൽ ഇറർ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, വെർനിയർ ആൻഡ് സ്ക്രൂ ഗേജ്. സോ ഇത്രയും 50 ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു 75% മാർക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഒബിയസ്ലി നിങ്ങൾക്ക് പഠിക്കുമ്പം കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത് എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് അതിനെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താ പറയുക നീറ്റ് ഇപ്രാവശ്യം തന്നെ ക്രാക്ക് ചെയ്യണം, എനിക്ക് സെൽഫായിട്ട് പറ്റത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ, സോ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങളിൽ പെട്ടെന്നെല്ലാം പഠിച്ചു തീർക്കാനായിട്ട് നല്ല മാർക്ക് കിട്ടണം, പെട്ടെന്ന് പഠിച്ചു തീരും വേണം, കുറച്ച് ടോപ്പിക്സ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ സപ്പോർട്ട് നിങ്ങൾ എപ്പോഴും കാണിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ സ്ട്രെങ്ത്തും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.